ഉത്ഖനനം ചെയ്തെടുക്കുന്നത് ബ്രിട്ടീഷുകാരുടെ കീഴിലുള്ള ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയാണ്. അതുപോലെ എല്ലാ കാര്യങ്ങളിലും മേൽക്കോയ്മ അന്ന് ബ്രിട്ടീഷുകാർക്കായിരുന്നു. അതുകൊണ്ട് ഇന്ത്യക്കാർക്ക് അവരുടെ സർഗാത്മകത പൂർണ്ണമായ തോതിൽ ചിറകുവിടർത്താൻ കഴിഞ്ഞില്ല. താങ്കളുടെ വീണാവാദനം എന്ന ഈ ചിത്രത്തിന് അതിൻ്റെ മാതൃചിത്രത്തിലെ ഭാവത്തിനെ അപേക്ഷിച്ച് ഒരു വ്യതിയാനം പ്രകടമാണ്. താങ്കളത് അറിഞ്ഞുകൊണ്ട് വരുത്തിയതാണോ അതോ അറിയാതെ സംഭവിച്ചതാണോ? മാതൃചിത്രത്തെ അപേക്ഷിച്ച് ഞാൻ വരച്ച ചിത്രത്തിൽ വന്നിട്ടുള്ള ഭാവവ്യത്യാസം അറിഞ്ഞുകൊണ്ട് ചെയ്തിട്ടുള്ളതാണ്. മാതൃചിത്രത്തിലെ ഭാവം സ്വയം മറന്ന് സ്വയം ആസ്വദിച്ച് വീണ വായിക്കുന്ന ഒരു പ്രതീതിയാണുള്ളത്. അതേസമയം ഞാൻ വരച്ച ചിത്രത്തിലെ ഭാവം സ്വയം ആസ്വദിക്കുന്നതിനോടൊപ്പം മറ്റുള്ളവർക്ക് കൂടി അനുഭവവേദ്യമാകുന്ന, അല്ലെങ്കിൽ മറ്റുള്ളവർ കൂടി വീണാവാദനം ആസ്വദിക്കുന്നു എന്ന് തിരിച്ചറിയുന്ന ഒരു ഭാവത്തിലാണ് ചിത്രം വരച്ചിട്ടുള്ളത്. ചുമർചിത്ര ശൈലിക്ക് അതിൻ്റെതായ ഒരു രീതിയുണ്ട്. ഞാൻ ചുമർചിത്ര ശൈലിയിലുള്ള ആ രീതി പൂർണ്ണമായും നഷ്ടപ്പെടുത്താതെ അതേ രീതി നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് മുഖത്തിൽ മാത്രം ചെറിയൊരു വ്യത്യാസം വരുത്തിയിട്ടുള്ളത്. ചിത്രരചന ഒരു നിശബ്ദ ചരിത്രമെഴുത്താണ്. ഭാഷ ഉരുത്തിരിയുന്നതിനു മുൻപ് തൻ്റെ ആശയങ്ങളെയും അഭിരുചികളെയും സഹജീവികൾക്ക് പകർന്നു നൽകുവാൻ മനുഷ്യൻ അവലംബിച്ച ആദ്യ ലിഖിത മാർഗമാണ് ചിത്രമെഴുത്ത്. മണ്ണിലും മരങ്ങളിലും പാറകളിലും മറ്റും കോറിയിട്ട അവ്യക്ത രൂപങ്ങളിലൂടെയായിരുന്നു ലിഖിത രൂപത്തിലുള്ള മനുഷ്യന്റെ ആദ്യ ഭാഷാപ്രയോഗം. ഈ അവ്യക്ത ഭാഷാരൂപങ്ങളിലൂടെ വളർന്നു വന്ന മനുഷ്യന്റെ കാൽപ്പനികതയുടെ വികാസമാണ് ഇന്ന് കാണുന്ന ചിത്രകല. അതുകൊണ്ട് തന്നെ മാനവ ചരിത്രത്തിന്റെ ലഭ്യമായ രേഖകളിൽ ആദ്യ ചരിത്രരേഖയായി മാറുകയാണ് ഇത്തരത്തിലുള്ള ഭാഷാരൂപങ്ങൾ അഥവാ ആദിമകാല ചിത്രകല. എന്നാൽ പ്രകൃതിയിൽ കളമെഴുത്തിന്റെ അനശ്വരഭാവം മനുഷ്യൻ ആദ്യമായി എന്നാണ് വരച്ചത് എന്നതിനെ സംബന്ധിച്ച് നമ്മൾ തീർത്തും അജ്ഞരാണ്. പക്ഷേ മനുഷ്യഭാവനയുടെ ആത്മഭാവം ചക്രവാളങ്ങളും കീഴടക്കിയപ്പോൾ അവനിൽ നിന്നും നിർഗമിച്ചത് ശക്തവും വ്യക്തവുമായ വരകളുടെയും വർണ്ണങ്ങളുടെയും പെരുമഴയാണ്. ആദിമകാലത്ത് കോറിയിട്ട അവ്യക്ത രൂപങ്ങളിൽ നിന്നുള്ള ചിത്രകലയുടെ വളർച്ച ഏകദേശം 15-ാം നൂറ്റാണ്ടോടെയാണ് ലോകമാകമാനം അറിയപ്പെടുവാൻ തുടങ്ങിയത്. ഇറ്റലിക്കാരായ ലിയാനോഡോ ഡാവിഞ്ചി, മൈക്കൽ ആഞ്ചലോ, റാഫേൽ, നെതർലൻഡിൽ ജനിച്ച റംബ്രൻറ്റ് തുടങ്ങിയവർ ക്ലാസിക്കൽ റിയലിസത്തിലൂടെ ചിത്രകലയെ ലോകത്തിന്റെ ശ്രദ്ധയിലേക്ക് എത്തിക്കുകയുണ്ടായി. തുടർന്ന് പുത്തൻ പരീക്ഷണങ്ങളോടെ ഫ്രാൻസിലെ ക്ലോഡ് മോണെ, ഫ്രഞ്ചിലെ പിസാറോ, റീനോ തുടങ്ങിയവർ ചിത്രകലയിൽ ഇംപ്രഷനിസം കൊണ്ടുവരികയുണ്ടായി. മോണയുടെ ഇംപ്രഷൻ എന്ന സൃഷ്ടിയിലൂടെയാണ് ഇംപ്രഷനിസത്തിന്റെ തുടക്കം. പിന്നീട് വന്ന ഫ്രാൻസിലെ തന്നെ പോൾ ഗോഗിനും പോൾ സെസാനും ഡച്ചുകാരനായ വിൻസെന്റ് വാൻ ഗോഗും ഇതേ പാത തന്നെ പിന്തുടർന്നു.
19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ ലോക ചിത്രകലയിൽ വമ്പിച്ച മാറ്റങ്ങളാണ് ഉണ്ടായത്. സ്പെയിൻകാരനായ പാബ്ലോ പിക്കാസോയും ബ്രേക്കും ക്യൂബിസത്തിലൂടെ ചിത്രകലയിൽ വേറിട്ടൊരു ഭാവം കാഴ്ചവെച്ചപ്പോൾ സ്പെയിൻകാരൻ തന്നെയായ സാൽവദോർ ഡാലി, നോർവേക്കാരനായ എഡ്വേർഡ് മങ്ക്, പാരീസിലെ എഡ്ഗർ ഡീഗാസ് എന്നിവർ എക്സ്പ്രഷനിസത്തിലൂടെ ലോകശ്രദ്ധ പിടിച്ചുപറ്റി. ഇവരിൽ സർറിയസത്തിന്റെ വക്താവ് കൂടിയാണ് ഡാലി. ഇതേസമയം എക്സ്പ്രഷനിസത്തിന്റെ ശൈലിയിൽ നിന്നുകൊണ്ട് തന്നെ കുത്തുകളുടെ സങ്കലനം അഥവാ പോയിന്റലിസം എന്ന